സോ മൊഡ്യൂൾ 3 ഉള്ളൊരു തിയറമാണ് തിയറംസ് ഓഫ് പാപ്പസ് ഗൾഡിനസ്. തിയറംസ് ഓഫ് പാപ്പസ് ഗൾഡിനസ് എന്ന് പറയാൻ പേര് വരാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പാപ്പോസ് ആൻഡ് ഗൾഡിനസ് എന്നാണ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് ഈ ഒരു തിയറത്തിൻ്റെ ആ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്ന് പപ്പു ആണ്. ഓക്കെ, പപ്പു ആണ്. ദാറ്റ് ഇസ് ഇൻ AD 300 AD. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ ഒരു തിയറത്തിന് ഒന്ന് റീസ്റ്റേറ്റ്, ഒന്നേടെ ജസ്റ്റ് ഒന്ന് പ്രോപ്പർ ഒന്ന് ആക്കിയിട്ട് പിന്നെ ഒന്നേടെ അത് സ്റ്റേറ്റ് ചെയ്തത് സ്വിസ് മാത്തമാറ്റീഷ്യൻ ഗൾഡിനസ് ആണ്. എബൌട്ട് 1640 ലാസ്റ്റ് ഈ ഒരു പാപ്പസ് ഗൾഡിനസ് തിയറം എൻ്റെ ഫൈനൽ സ്റ്റേജിലെത്തിയത്. സോ ആദ്യം പപ്പു ആയിരുന്നു അത് സെറ്റ് ചെയ്തത്, പിന്നെ റീസ്റ്റേറ്റ് ചെയ്തത് ഗൾഡിനസ് ആണ്. സോ ഈ ഒരു തിയറം ബേസ് ചെയ്ത് നമുക്ക് ഇപ്പോൾ ഒരു കർവ് ഏതെങ്കിലും ഒരു ആക്സിസിനെ എബോട്ടായിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഒരു സർഫസ് ഫോം ചെയ്യുന്നുണ്ട്. ആ ഒരു സർഫസിൻ്റെ ഏരിയ എങ്ങനെയായിരിക്കും, അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു പ്ലെയിൻ ഏരിയ ഏതെങ്കിലും ആക്സിസിനെ എബോട്ടായിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റിവോൾവ് ചെയ്യുമ്പോൾ ഒരു ബോഡി ഫോം ചെയ്യുകയാണെങ്കിൽ ആ ബോഡിയുടെ വോളിയം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ തിയറത്തിൽ അവർ ഓഫർ ചെയ്യുന്നത്. ഒരു സിമ്പിൾ വേ ആണ്, അത് പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു സർഫസ് ഓഫ് റെവല്യൂഷൻ അല്ലെങ്കിൽ ബോഡി ഓഫ് റെവല്യൂഷൻ്റെ ഏരിയയും വോളിയം ഒക്കെ കണ്ടുപിടിക്കാം. സോ ആദ്യമേ തന്നെ ഈ സർഫസ് ഓഫ് റെവല്യൂഷൻ എന്താണെന്ന് നോക്കാം. The surface of revolution is a surface which may be generated by rotating a plane curve about a fixed axis. അതായത് ഇതൊരു ഫിക്സ്ഡ് ആക്സിസ് ആണെന്ന് വിചാരിക്കാം. ഇതൊരു ഫിക്സ്ഡ് ആക്സിസ് ആണ്. ഈ ആക്സിസിന് എബോട്ടായിട്ട് ഈ ഒരു ലൈൻ ഒരു പ്ലെയിൻ കർവ് ആണല്ലോ. ഒരു കർവ് എന്ന് പറഞ്ഞാൽ ലൈൻ ഒരു കർവ് ആണ്. ഇതിപ്പോൾ ജസ്റ്റ് ഞാൻ എക്സാമ്പിളായിട്ട് ലൈൻ സെലക്ട് ചെയ്തു. ഈ ഒരു ലൈൻ ഈ ഫിക്സ്ഡ് ആക്സിസിന് എബോട്ടായിട്ട് ഇങ്ങനെ 360 ഡിഗ്രി റിവോൾവ് ചെയ്തു, റൊട്ടേറ്റ് ചെയ്തു. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ കണ്ടു, ഇത് ഫോം ചെയ്യുന്നതിന് പുറകെ തന്നെ ഇങ്ങനെ നമ്മൾ ബോഡി സർഫസ് ഫോം ചെയ്യുന്നതായിട്ട് ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കേസിൽ ഒരു സിലിണ്ടർ ആയിരിക്കും ഫോം ചെയ്യുന്നത്. സിലിണ്ടറിൻ്റെ ബോഡി അല്ല, സിലിണ്ടറിൻ്റെ സർഫസ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. സോ അങ്ങനെ ഫോം ചെയ്യുന്ന സർഫസിന് പറയുന്ന പേരാണ് സർഫസ് ഓഫ് റെവല്യൂഷൻ. സർഫസ് ഓഫ് റെവല്യൂഷൻ. ഇനി അടുത്ത് വേറൊരു പ്ലെയിൻ കർവ് സെലക്ട് ചെയ്തേക്കുന്നത് ഇൻക്ലൈൻ ലൈനാണ്. ഇൻക്ലൈൻ ലൈൻ ഈ ഒരു ഈ ഒരു ഫിക്സ്ഡ് ആക്സിസിനെ എബോട്ടായിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ 360 ഡിഗ്രി ഇങ്ങനെ ഉണ്ടെങ്കിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായിരിക്കും കിട്ടുന്ന ഒരു കോണിൻ്റെ സർഫസ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു കേസിൽ ഇൻക്ലൈൻ ലൈൻ ഒരു ആക്സിസിനെ എബോട്ടായിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ സർഫസ് ഓഫ് റെവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കോണായിരിക്കും, കോണിൻ്റെ സർഫസ് ആയിരിക്കും. ലാസ്റ്റ് ഇതൊരു സെമി സർക്കുലർ ആർക്കാണ്. ഈ സെമി സർക്കുലർ ആർക്ക് ഈ ഒരു ആക്സിസിനെ എബോട്ടായിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏതിൻ്റെ സർഫസ് ആയിരിക്കും? സ്ഫിയറിൻ്റെ സർഫസ് ആയിരിക്കും. സോ ഇങ്ങനെ ഫോം ചെയ്യുന്ന സർഫസിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ എളുപ്പത്തിനൊരു തിയറം അവർ ഫോം ചെയ്തു. അതാണ് തിയറം 1. ഓക്കെ, തിയറം 1 എന്താണെന്ന് ആദ്യം പറഞ്ഞുതരാം. സോ തിയറം 1 ഈസ് കംപ്ലീറ്റ് റിലേറ്റഡ് ടു ദ ഏരിയ ഓഫ് സർഫസ് ഓഫ് റെവല്യൂഷൻ. സോ തിയറം 1 states that the area of surface generated by rotating a plane curve about a non-intersecting axis in its plane is equal to, that means ഇപ്പോൾ നമ്മൾ ഒരു നോൺ ഇൻ്റർസെക്റ്റിംഗ് ഇവിടെ ഒരു ആക്സിസ് ഉണ്ട്. ഓക്കെ, ഈ ആക്സിസ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു പ്ലെയിൻ കർവ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു ലൈൻ ഉണ്ടെന്ന് വിചാരിക്കാം. ഇത് രണ്ടും സെയിം പ്ലെയിനിലാണ് കണ്ടെയ്ൻ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഈ ഒരു സ്ക്രീൻ ആണല്ലോ. സ്ക്രീൻ എന്ന് പറഞ്ഞൊരു കംപ്ലീറ്റ് ഒരു പ്ലെയിൻ ആണ്. ഓക്കെ, അപ്പോൾ ഇതും ഒരു ആക്സിസും ഈ സെയിം പ്ലെയിനിലാണ്, ഈ ഒരു കർവും ഒരു സെയിം പ്ലെയിനിലായിരിക്കും കേട്ടോ. ഓക്കെ, ഇനി ഈ ഒരു പ്ലെയിൻ കർവ് ഈ ഒരു നോൺ ഇൻസെക്റ്റിംഗ് ആക്സിസിനെ എബോട്ടായിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാണ്. ഓക്കെ, റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു സർഫസ് ജനറേറ്റ് ചെയ്യില്ലേ? അപ്പോൾ ഈ ഒരു കേസിലാണെങ്കിൽ സിലിണ്ടർ ആയിരിക്കും ജനറേറ്റ് ചെയ്യുന്നത്. ഈ ജനറേറ്റ് ചെയ്യുന്ന സിലിണ്ടറിൻ്റെ ഏരിയ എന്തിനോട് ഈക്വൽ ആയിരിക്കും? ദാറ്റ് ഏരിയ വിൽ ബി ഈക്വൽ ടു, ഈ കേസിലാണെങ്കിൽ ലൈൻ റൊട്ടേറ്റ് നമുക്ക് ഫോം ചെയ്യുന്ന സിലിണ്ടറിൻ്റെ സർഫസ് ആണ്. സോ സിലിണ്ടർ സർഫസ് ഇസ് ഈക്വൽ ടു is a product of the length of the curve എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തിനെയാണോ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നത്, അതായത് പ്ലെയിൻ കർവിനല്ലേ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ഒരു കേസിലാണെങ്കിൽ ഈ ഒരു ലൈനിൻ്റെ ലെങ്ത് ആയിരിക്കും ലെങ്ത് ഓഫ് ദ കർവ് എന്ന് പറയുന്നത്. ഈ കേസിലാണെങ്കിൽ ഇൻക്ലൈൻഡ് ലൈൻ ആണല്ലോ. സോ ഇൻക്ലൈൻ ലൈനിൻ്റെ ഇപ്പോൾ എത്ര ലെങ്ത് ആണ് തന്നേക്കുന്നത് അതായിരിക്കും നമ്മുടെ കേസിൽ L ആയിട്ട് വരുന്നത്, ലെങ്ത് ഓഫ് ദ കർവ് ആയിട്ട് വരുന്നത്. ഇതൊരു സെമി സർക്കുലർ ആർക്കാണിതല്ലേ. സോ ഈ ആർക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് സ്പിയർ കിട്ടുന്നത്. ഈ സെമി സർക്കുലർ ആർക്കിൻ്റെ ഈ ലെങ്ത്, ദാറ്റ് ഇസ് πr ആണ് ആർക്ക് ലെങ്ത് വരുന്നത് ഈ കേസിൽ അല്ലേ.
സെമി സർക്കിളിൻ്റെ. ഈ പൈ ആർ എന്നുള്ളതാണ് ഈ കേസിൽ ലെങ്ത് ഓഫ് ദ കർവ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഏത് കർവിനെയാണോ പ്ലെയിൻ കർവിനെയാണോ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത് ആ ഒരു കർവിൻ്റെ ലെങ്ത് ആണ് ലെങ്ത് ഓഫ് ദ കർവ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. So is equal to the product of the length of the curve, that is equal to L into distance traveled by its centroid. ആ ഒരു പ്ലെയിൻ കർവിൻ്റെ സെൻട്രോയിഡ് ഈ ഒരു സർഫസ് ഫോം ചെയ്യാൻ നേരത്തെ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് മൾട്ടിപ്ലൈ ഉണ്ട്. ഇപ്പോൾ ഈ ഒരു കേസിലാണെങ്കിൽ നമുക്കറിയാം ലൈനിൻ്റെ സെൻട്രോയിഡ് കറക്റ്റ് അതിൻ്റെ സെൻറ്ററിലായിട്ടായിരിക്കും ഒക്കർ ചെയ്തേക്കുന്നത്. ഓക്കെ, സെൻറ്ററിലാണ്. ഇനി ഇതിങ്ങനെ ഒരു സർക്കുലർ പാത്തിൽ 360 ഡിഗ്രി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു സിലിണ്ടർ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സെൻട്രോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാവൽ ചെയ്യുന്ന പാത്ത് എന്ന് പറഞ്ഞാൽ സർക്കുലർ പാത്താണ്. ഓക്കെ, സർക്കുലർ പാത്താണെങ്കിൽ ഈ ആക്സിസ് തൊട്ട് സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ് ഞാൻ y ബാർ എന്ന് മാർക്ക് ചെയ്യുവാണെങ്കിൽ നമുക്കറിയാം സർക്കിളിൻ്റെ പെരിമീറ്റർ എന്താണ് 2πr അല്ലേ സർക്കിളിൻ്റെ പെരിമീറ്റർ. അപ്പോൾ സർക്കിളിൻ്റെ ചുറ്റളവ് ആ ഒരു ഡിസ്റ്റൻസിലാണ് അത് മൂവ് ചെയ്ത് പോയേക്കുന്നത് ആ ഒരു സർഫസ് ഫോം ചെയ്തപ്പോൾ. സോ ഈ ഒരു കേസിൽ ഈ സെൻട്രോയിഡ് ഇത് ഈ ഒരു സർഫസ് ഫോം ചെയ്യാൻ വേണ്ടി ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും 2π y ബാറിനോട് ഈക്വലാണ്. സോ y ബാർ എന്ന കോൺസെപ്റ്റ് മനസ്സിലാക്കിക്കൊള്ളണം. y ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ആക്സിസിനെ ബോട്ടായിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്ന ആ ആക്സിസ് തൊട്ട് പ്ലെയിൻ കർവിൻ്റെ സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. സോ ഈ കേസിലാണെങ്കിൽ ഇൻക്ലൈൻ ലൈനിൻ്റെ സെൻട്രോയിഡ് ഇവിടെയാണല്ലോ. സോ ഈ പോയിന്റ് തൊട്ട് ഈ ആക്സിസ് വരെയുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും y ബാർ. ഇനി അതല്ല ഒരു സെമി സർക്കുലർ ആർക്ക് ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എന്താണെന്ന് നിങ്ങൾ നോട്ട് ചെയ്യുക. നിങ്ങൾക്ക് പഠിക്കാനായിട്ടില്ല, എന്നാൽ ഡിസ്റ്റൻസ് ഞാൻ വേഗം വേറെ പറഞ്ഞുതരാം. ആ ഒരു ഡിസ്റ്റൻസ് ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ആക്സിസുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും y ബാർ. ഓക്കെ, കോൺസെപ്റ്റ് ഓർത്തിരുന്നാൽ മതി. സോ എപ്പോഴും ഓർത്തിരിക്കുക ഏരിയ ഓഫ് സർഫസ് ജനറേറ്റഡ് ഇസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് ദ കർവ് ഇൻറ്റു 2π y ബാർ. 2π y ബാർ മീൻസ് ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ സെൻട്രോയിഡ്. ഓക്കെ, അതാണ് ഫസ്റ്റ് തിയറി ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. സോ ദ ഏരിയ ഓഫ് ദ സർഫസ് ജനറേറ്റഡ് ബൈ റൊട്ടേറ്റിംഗ് എനി പ്ലെയിൻ കർവ് എബൌട്ട് എ നോൺ ഇന്റർസെക്റ്റിംഗ് ആക്സിസ് ഇൻ ഇസ് പ്ലെയിൻ is equal to the product of the length of the curve and the distance traveled by its centroid. അതാണ് ഫസ്റ്റ് തിയറം. ഇനി അടുത്ത സെക്കൻഡ് തിയറം ബേസ് ചെയ്തിരിക്കുന്ന ബോഡി ഓഫ് റെവല്യൂഷൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. ബോഡി ഓഫ് റെവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ബോഡി which is generated by rotating a plane area, plane curve അല്ല, plane area about a fixed axis. അതായത് ഒരു ഫിക്സ്ഡ് ആക്സിസിന് എബോട്ടായിട്ട് ഒരു പ്ലെയിൻ ഏരിയ റൊട്ടേറ്റ് ചെയ്യാമെന്ന് ഇമാജിൻ ചെയ്യാം. ഇപ്പോൾ ഈ ഒരു കേസിലാണ് എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു സെമി സർക്കിൾ എടുത്തു, സർക്കിളിൻ്റെ ഏരിയ എടുത്തു. ആ ഏരിയ ഇങ്ങനെ 360 ഡിഗ്രി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തപ്പോൾ ഒരു സ്പിയർ ഫോം ചെയ്തു എന്ന് ഞാൻ അങ്ങ് അസ്യൂം ചെയ്യുകയാണ്. ഓക്കെ, അസംഷനാണ്. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഒരു സ്പിയറിൻ്റെ ബോഡി ആയിരിക്കും ഫോം ചെയ്യുന്നത്. ഓക്കെ, ആ ബോഡിയുടെ വോളിയം അല്ലെങ്കിൽ ആ ബോഡിക്ക് പറയുന്നതാണ് ബോഡി ഓഫ് റെവല്യൂഷൻ കേട്ടോ. ബോഡിക്ക് പറയുന്നതാണ് ബോഡി ഓഫ് റെവല്യൂഷൻ. ദാറ്റ് ബോഡി ഓഫ് റെവല്യൂഷൻ, ആ ബോഡിയുടെ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഈ എക്സാമ്പിൾ ഈ കേസിലാണ് സ്പിയർ, ഈ സ്പിയറിൻ്റെ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് ഈക്വൽ ടു സെക്കൻഡ് തിയർ ആണ്, പാപ്പസ്-ഗൾഡിനസ് തിയറം 2 ആണ്. ദ വോളിയം ഓഫ് ദ ബോഡി ഫോംഡ് ബൈ റൊട്ടേറ്റിംഗ് എ പ്ലെയിൻ കർവ് about an non-intersecting axis in its plane is equal to the product of area of the plane figure. Area of the plane figure എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്തിനെയാണോ റൊട്ടേറ്റ് ചെയ്യുന്നത് ആ ഒരു ഫിഗറിൻ്റെ ഏരിയ. നമ്മൾ എന്തിനാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്? സെമി സർക്കിളിനെ തന്നെ റൊട്ടേറ്റ് ചെയ്യുന്നത്. ആ സെമി സർക്കിളിൻ്റെ ഏരിയ ഇപ്പോൾ ഈ കേസിലാണെങ്കിൽ πr²/2 ആയിരിക്കും ഏരിയ ആയിട്ട് വരുന്നത്. സോ എ ഇൻറ്റു ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ സെൻട്രോയിഡ് വൈൽ ഇറ്റ് ഇസ് ഫോമിങ് ദാറ്റ് ബോഡി. ആ ഒരു ബോഡി ഫോം ചെയ്യാൻ വേണ്ടി ചെയ്ത ആ സമയത്ത് നമ്മുടെ ആ ഒരു പ്ലെയിൻ ഏരിയ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്താണെന്നുള്ളതാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ എഗെയിൻ ഇവിടെയും അത് ട്രാവൽ ചെയ്തേക്കുന്ന ഒരു സർക്കുലർ പാത്തിലാണ് ട്രാവൽ ചെയ്യുന്നത്. ഈ ആക്സിസ് തൊട്ട് ഈ ഒരു സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ് എഗെയിൻ y ബാർ ആണെന്ന് അസ്യൂം ചെയ്യുക. y ബാർ ആണെങ്കിൽ ഇത് ട്രാവൽ ചെയ്തേക്കുന്ന സർക്കുലർ പാത്തിലാണ്. ഈ സർക്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 2πr എന്നല്ലേ. സോ ഈ കേസിൽ ആറിന് പകരം ഈ ഒരു ആക്സിസ് തൊട്ട് സെൻട്രോയിഡ് വരെ ഡിസ്റ്റൻസ് y ബാർ ആണെങ്കിൽ അത് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുകയാണെങ്കിൽ 2π ഇൻറ്റു y ബാർ ആണ്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് മനസ്സിലായിക്കോളാം. ഫസ്റ്റ് തിയറത്തിൽ ഏരിയ ഇസ് ഈക്വൽ ടു എന്തായിരുന്നു? ലെങ്ത് ഓഫ് ദ കർവ്, ദാറ്റ് ഇസ് L ഇൻറ്റു 2π y ബാർ എന്നായിരുന്നു.
Second theorem, the volume of the body generated by revolving a plane figure about a non-intersecting axis is equal to the area of the plane figure into and then distance traveled by the centroid. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അത് പഠിക്കാം. ഓക്കെ, സോ ഏരിയ ഓഫ് ദ സർഫസ് ജനറേറ്റഡിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് ഓർത്തിരിക്കുക. ഇസ് ഈക്വൽ ടു എൽ ഇൻറ്റു 2π y ബാർ എന്നായിരുന്നു. y ബാർ എന്ന് പറയുന്നത് എഗെയിൻ പറയുകയാണ് ആ ഏത് ആക്സിസിന് എബോട്ടായിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് ആ ആക്സിസ് തൊട്ട് നമ്മുടെ ലൈനിൻ്റെ സെൻറ്ററോട് വരെയുള്ള ഡിസ്റ്റൻസ് ആണ്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, പിന്നെ അടുത്തത് സെക്കൻഡ് തിയറത്തിൽ ദ വോളിയം ഓഫ് ദ സോളിഡ് ജനറേറ്റഡ് ബൈ റൊട്ടേറ്റിംഗ് എനി പ്ലെയിൻ ഫിഗർ എബൌട്ട് എ നോൺ ഇന്റർസെക്റ്റിംഗ് ആക്സിസ് ഇൻ ഇസ് പ്ലെയിൻ ഇസ് ഈക്വൽ ടു ദറ്റ് വോളിയം ഇസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ദ ഏരിയ ഓഫ് ദ ഫിഗർ ഇൻറ്റു distance traveled by the centroid into distance traveled by the centroid, that is again into 2π y bar. So y bar എന്ന് പറഞ്ഞാൽ എപ്പോഴും ഓർത്തിരുന്നോളണം. y bar എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആക്സിസ് തൊട്ട് നമ്മുടെ ഏരിയയുടെ സെൻറ്ററോഡ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. സോ ഓരോ പ്ലെയിൻ ഏരിയ റിവോൾവ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ഫോം ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ അത് ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ ഒരു 2-3 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ തിയറം എഴുതിയിട്ട് ഒരു എക്സാമ്പിൾ എഴുതി കഴിഞ്ഞാൽ ഫുൾ മാർക്ക് കിട്ടും. അതല്ല അതിന് ഡെറിവേഷനൊക്കെ എഴുതാൻ പറയുവാണെങ്കിൽ അടുത്ത വീഡിയോയിൽ ഡെറിവേഷൻ പറഞ്ഞുതരാം. അപ്പോൾ ആ ഡെറിവേഷൻ എന്താണെന്നുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് അതും കൂടി എഴുതേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾ മാർക്കിൻ്റെ ബേസിസിൽ വേണം നിങ്ങളതിൻ്റെ ആൻസർ ചെയ്യാനായിട്ട്. അപ്പോൾ അതിന് എക്സാമ്പിളായിട്ട് ചോദിക്കുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് കേസിൽ തിയറം ആണെങ്കിൽ എക്സാമ്പിളായിട്ട് ഇത് ഇട്ടോളണം. ഒബ്റ്റെയിൻ ദ എക്സ്പ്രഷൻ ഫോർ ദ ഏരിയ സർഫസ് generated by rotation of a horizontal axis at a distance r from the line. So ഒരു കേസിൽ ആക്ച്വലി റൊട്ടേഷൻ എബോട്ട് ആൻഡ് ഹൊറിസോണ്ടൽ ആക്സിസ് എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഈ ഒരു ഹൊറിസോണ്ടൽ ആക്സിസിന് എബോട്ടായിട്ട് ഒരു ലെങ്ത് എല്ലിലുള്ള ഒരു ലൈൻ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഒരു സർഫസ് ഫോം ചെയ്യുന്നുണ്ട്. എന്തിനാ സർഫസ് ആയിരിക്കും ഫോം ചെയ്യുന്ന ഈ കേസിൽ? സിലിണ്ടറിൻ്റെ ആയിരിക്കും. ആ സിലിണ്ടറിൻ്റെ ഏരിയ എന്താണെന്ന് അതിൻ്റെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ പാപ്പസ് ഗളിൻഡസ് തിയറത്തിലേക്ക് പോവുക. സോ സർഫസ് ഓഫ് റെവല്യൂഷൻ ആണ് എ ഇസ് ഈക്വൽ ടു എന്താ ഇക്വേഷൻ? എൽ ഇൻറ്റു 2π y ബാർ എന്നാണ് ഇക്വേഷൻ. എൽ ഇൻറ്റു 2π y ബാർ എന്നാണ് ഇക്വേഷൻ വരുന്നത്. സോ എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് ലൈനാണ് സെലക്ട് ചെയ്യുന്നത്, ഏത് കർവ് ആണ് സെലക്ട് ചെയ്യുന്നത്, ആ കർവിൻ്റെ ലെങ്ത് ആണ്. ഈ കേസിൽ ഇവിടെ എന്താ മാർക്ക് ചെയ്തേക്കുന്നത്? എൽ എന്ന് മാർക്ക് ചെയ്തു. പിന്നെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഹൊറിസോണ്ടൽ ആക്സിസ് അറ്റ് ഡിസ്റ്റൻസ് r ഫ്രം ദ ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ആക്സസ് ചെയ്യുന്ന ഈ ഒരു ലൈൻ വരെ ഡിസ്റ്റൻസ് r ആണ് തന്നിട്ടുണ്ട്. അപ്പം നമുക്കറിയാം ഈ ഒരു ലൈനിൻ്റെ സെൻറ്ററോട് ഏകദേശം സെൻറ്ററിലായിട്ട് വരും. ഈ പോയിന്റോട്ട് നമ്മുടെ ആക്സസ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് സാധാരണ y ബാറിന് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. സോ ഈ കേസിൽ y ബാർ എന്തായിരിക്കും? y ബാർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? r ആണ്. l എന്ന് പറഞ്ഞാൽ എന്താണ്? എഗെയിൻ ഇവിടെ നൊട്ടേറ്റ് ചെയ്തിരിക്കുന്ന l ആണ്. സോ l തന്നെയാണ്. സോ ഹിയർ a ഇസ് ഈക്വൽ ടു l ഇൻറ്റു 2π r എന്ന് വരും. ഓക്കെ, 2π r ഇൻറ്റു l ആണ് ഈ ഒരു കേസിൽ ഫോം ചെയ്യുന്ന സർഫസിൻ്റെ സർഫസ് ഏരിയ, അതായത് ഒരു സിലിണ്ടറിൻ്റെ സർഫസ് ഏരിയ 2π r ഇൻറ്റു l ആണ്. ഇനി അഗെയിൻ നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. തിയറം 2 ഒരു എക്സാമ്പിൾ നോക്കാം. സോ ഒബ്റ്റെയിൻ ആൻ എക്സ്പ്രഷൻ ഫോർ ദ വോളിയം ഓഫ് ബോഡി ജനറേറ്റഡ്, വോളിയം ഓഫ് ബോഡി കണ്ടു, വോളിയം ഓഫ് ബോഡി ജനറേറ്റഡ് ബൈ റെവല്യൂഷൻ ഓഫ് എ സെമി സർക്കുലർ ഏരിയ വെൻ ഇറ്റ്സ് ബേസ് ഇസ് ഇൻ എ ടച്ച് വിത്ത് ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. സോ ആക്സിസ് ഓഫ് റൊട്ടേഷനോട് ടച്ച് ചെയ്താണ് ഈ ഒരു സെമി സർക്കിളിൻ്റെ ബേസ് ഇരിക്കുന്നത്. അപ്പോൾ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ആക്സിസ് മാർക്ക് ചെയ്തു, ഈ ആക്സിസിന് ടച്ച് ചെയ്തതിന് ബേസ് നിങ്ങൾ മാർക്ക് ചെയ്യുക. അപ്പോൾ ഈ സെമി സർക്കിൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്താണ് ഫോം ചെയ്യുന്നത്? എന്തായിരിക്കും? സ്പിയർ ആണ് ഫോം ചെയ്യുന്നത് അല്ലേ? സ്പിയർ ബോഡിയാണ് ഫോം ചെയ്യുന്നത്. ആ ഒരു ബോഡിയുടെ വോളിയം കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു ആലോചിച്ച് നോക്കുക. അക്കോർഡിംഗ് ടു പാപ്പസ് ഗളിനസ് തിയറം 2 v is equal to a into 2π y bar എന്നാണ്. സോ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ റൊട്ടേറ്റ് ചെയ്യുന്നത്? സെമി സർക്കിൾ അല്ലേ? സോ സെമി സർക്കിളിൻ്റെ ഏരിയ ആയിരിക്കും ഈ കേസിൽ ക്യാപിറ്റൽ എ ആയിട്ട് വരുന്നത്. ദാറ്റ് ഇസ് πr²/2 ആയിരിക്കും. ഇനി 2π y ബാറിൽ ഈ y ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആക്സിസ് തൊട്ട് കണ്ടു, ഇതാണ് നമ്മുടെ ആക്സിസ്, ഈ ആക്സിസ് തൊട്ട് നമ്മുടെ ഈ സെൻറ്ററോട് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് y ബാർ ആയിട്ട് മാർക്ക് ചെയ്യേണ്ടത്. സോ ഈ കേസിൽ y ബാർ എന്താണ്? നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ളതാണ്, സെൻറ്ററോട് പഠിച്ചപ്പോൾ ബേസിൽ നിന്ന് സെൻറ്ററോട് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് 4r/3π. ഈ ബേസ് തന്നെയാണ് ആൻഡ് ആക്സിസ് ഓഫ് റൊട്ടേഷനും. സോ ഈ ഒരു ലൈൻ തൊട്ട് സെൻറ്ററോട് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് y ബാർ എന്ന് ഡിനോട്ട് ചെയ്യാറ്. ഹിയർ ദ വാല്യൂ ഓഫ് y ബാർ ഇസ് എന്താണ്? 4r/3π ആണ്. സോ πr² ഏരിയ πr²/2 ആണ്. πr²/2 ഇൻറ്റു 2π
ഇൻറ്റു 4r/3 ആണ്